ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മഴക്കാല സാംക്രമിക രോഗങ്ങൾ, ജാഗ്രതയും പ്രതിരോധ മാർഗങ്ങളും. വീണ്ടും ഒരു തീവ്ര പേമാരിയെയും പ്രളയത്തെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. കനത്ത മഴയും വെള്ളക്കെട്ടുമുണ്ടാക്കിയ ദുരിതങ്ങളുടെ കണക്കെടുപ്പ് ഇനിയും അവസാനിച്ചിട്ടില്ല. 25ഓളം പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ വീടും കൃഷിയും അടക്കം ജീവനോപാധികൾ നഷ്ടമായത് 100 കണക്കിന് പേരാണ്. അവയുടെയെല്ലാം വീണ്ടെടുപ്പിന് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ അതേസമയം പ്രളയക്കെടുതികളും മഴയും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതും പരിസര ശുചിത്വം നഷ്ടപ്പെടുന്നതും പകർച്ചവ്യാധികൾ അതിവേഗം പടരാൻ കാരണമാകുന്നു. പ്രളയാനന്തര മഴക്കാലത്ത് നമ്മെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്, അവ എങ്ങനെ പടരുന്നു, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. പ്രളയാനന്തര സമയത്ത് രോഗങ്ങൾ പ്രധാനമായും 4 തരത്തിലുള്ള പകർച്ചവ്യാധികളായാണ് പടരുന്നത്. അതിൽ ജലജന്യ രോഗങ്ങളാണ് പ്രധാനം. മഴക്കാലത്ത് വെള്ളം സർവത്രയാണെങ്കിലും അത് ശുദ്ധമാകണമെന്നില്ല. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തിൽ കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുന്നു. ഇതുമൂലം വയറിളക്കം, കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ പടർന്നു പിടിക്കുന്നു. ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായേക്കാവുന്ന രോഗങ്ങളാണിവ. പ്രധാന മഴക്കാല സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം ഡോക്ടറും ശാസ്ത്ര ലേഖകനുമായ ഡോക്ടർ മനോജ് വള്ളനാട്. കേരളം വീണ്ടും ഒരു പ്രളയത്തെ നേരിടുകയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും മഴ തുടരുന്നു. ചിലയിടങ്ങളിൽ വെള്ളമിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പ്രളയകാലവും പ്രളയാനന്തര കാലയളവുകളും നിരവധി സാംക്രമിക രോഗങ്ങളുടെ കൂടി കാലമാണ്. മലിനജലം, കൊതുക്, ശുചിത്വമില്ലായ്മ എന്നിവ മൂലം വരാൻ സാധ്യതയുള്ള ചില പ്രധാന രോഗങ്ങളെ പറ്റിയാണ് ഇനി സംസാരിക്കുന്നത്. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളിൽ ഒന്ന് എലിപ്പനിയാണ്. മറ്റത് കൊതുകുജന്യ രോഗങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജലജന്യ രോഗങ്ങൾ. അതായത് ജലത്തിൻ്റെ മലിനജലം കാരണം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള രോഗങ്ങൾ. അതിൽ വയറിളക്ക രോഗങ്ങളുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. പ്രളയജലം കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകളിലും പൈപ്പുകളിലും കലരുമ്പോഴാണ് ഈ രോഗങ്ങൾ എപ്പോഴും പടരുന്നത്. അതിൽ തന്നെ കോളറയും മറ്റ് വയറിളക്ക രോഗങ്ങളും, അത് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്നതാവാം, വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാവാം, ഇവയൊക്കെ തന്നെ ഈ സമയത്ത് കൂടുതലാണ്. അതിൻ്റെ വയറിളക്കം മാത്രമല്ല, ഛർദിയും വയറുവേദനയും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം. ഇവ കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, നിർജ്ജലീകരണം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലത്ത്, പ്രത്യേകിച്ചും പ്രളയകാലത്ത്, നല്ല കുടിവെള്ളം കിട്ടാനുള്ള ദൗർലഭ്യം ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ഈ കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗമാണ്. കരളിനെ ബാധിക്കുന്ന ഈ രോഗം മൂത്രത്തിലും കണ്ണിലുമൊക്കെ മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഛർദി ഒക്കെ ഉണ്ടാക്കും. ത്വക്ക് രോഗങ്ങളും മറ്റ് അണുബാധകളുമാണ് മറ്റൊരു പ്രളയകാല വില്ലൻ. മലിനജലവുമായി നിരന്തരം സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൂപ്പൽ രോഗങ്ങൾ അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ, കണ്ണ് രോഗങ്ങൾ എന്നിവയും സാധാരണമാവുകയും വേഗത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചർമ്മരോഗങ്ങളും ചെങ്കണ്ണും ഒക്കെയാണ്. നിരന്തരം മലിനജലത്തിൽ നിൽക്കുന്നതും ഈർപ്പമുള്ള അന്തരീക്ഷവും ഒക്കെ ഈ തൊലിക്കും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചെങ്കണ്ണ് പരന്നതിന് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും തൊലിക്കാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, വിരലുകൾക്കിടയിൽ ഒരു ഇൻ്റർട്രൈഗോ എന്ന് പറയുന്ന തരം ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. കണ്ണിൽ ചുവപ്പ്, എരിച്ചിൽ, വെള്ളം വരിക, പീള കിട്ടുക തുടങ്ങിയ മറ്റു പ്രശ്നങ്ങളും, അത് വൈറസ് കാരണവും ബാക്ടീരിയ കാരണവും ഉണ്ടാകുന്ന ചെങ്കണ്ണുകളൊക്കെ ഈ കാലത്ത് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് ശ്വാസകോശ അണുബാധകൾ. പ്രത്യേകിച്ചും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ ജനസാന്ദ്രത വളരെ കൂടുതലായിരിക്കുകയും അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ എല്ലാവരിലേക്കും പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഏതൊരു ഇൻഫ്ലുവൻസ ആണെങ്കിലും മറ്റ് കോവിഡ് പോലുള്ള രോഗങ്ങൾ പോലും ഈ കാലത്ത് പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്.
മഴക്കാലത്ത്, പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക അനന്തര കാലത്ത് വ്യാപകമായ മറ്റൊരു ഭീഷണിയാണ് കൊതുകുജന്യ രോഗങ്ങൾ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതോടെ കൊതുകുകൾ പെരുകുന്നു. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി എന്നിവ ഇതിലൂടെ വേഗത്തിൽ പടരുന്നു. ഇവയിൽ ഡെങ്കിപ്പനിയാണ് പ്രധാനം. പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ പനിയാണ് പ്രധാന ലക്ഷണം. തലവേദന, കണ്ണുകൾക്ക് പിന്നിലെ വേദന, പേശികളിലും സന്ധികളിലും ഉണ്ടാകുന്ന സഹിക്കാനാവാത്ത വേദന, ചർമ്മത്തിലെ ചുവന്ന തിണർപ്പുകൾ, ഛർദി, ക്ഷീണം എന്നിവയും ലക്ഷണങ്ങൾ തന്നെ. ഈഡിസ് ഈജിപ്റ്റി ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഇവ സാധാരണയായി പകൽ സമയത്താണ് മനുഷ്യരെ കടിക്കുന്നത്. ഒരു വ്യക്തിയെ കടിച്ച് വൈറസ് ഉള്ളിലെത്തിയാൽ 3 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പുറത്തുവരും. രക്തപരിശോധനയിലൂടെ രോഗനിർണയം നടത്താം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ക്രമാതീതമായി കുറയുന്നത് ആശങ്കാജനകമായ വസ്തുതയാണ്. പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട മറ്റൊരു രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. രോഗബാധിതരായ എലി, പശു, നായ തുടങ്ങിയ മൃഗങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിലോ ചെളിയിലോ സമ്പർക്കമുണ്ടാകുന്നത് എലിപ്പനി ബാക്ടീരിയ ശരീരത്തിൽ കടക്കുന്നതിന് കാരണമാകും. വെള്ളപ്പൊക്ക സമയത്ത് ഈ മലിനജലം ചർമ്മത്തിലെ ചെറിയ മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക്, വായ എന്നിവയിലൂടെയോ ശ്ലേഷ്മ ചർമ്മത്തിലൂടെയോ അഥവാ മ്യൂക്കസ് മെംബ്രെയിനിലൂടെയോ ശരീരത്തിൽ കടക്കുന്നു. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന സ്പൈറോകിറ്റ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ്. ലോകത്ത് ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണിത്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഗുരുതര സങ്കീർണതകൾ മൂലം മരണങ്ങൾ സംഭവിക്കുന്നതിനാൽ നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും അത്യന്താപേക്ഷിതമാണ്. രോഗാണുവിന്റെ ഉറവിടം എന്താണെന്ന് നോക്കാം. രോഗാണു പ്രധാനമായും മൃഗങ്ങളുടെ വൃക്കകളിൽ ജീവിക്കുകയും മൂത്രത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു. പ്രധാന രോഗവാഹകർ ഇതിൽ എലികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കൂടാതെ പശു, പന്നി, നായ, കുതിര, ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളിലും കാണപ്പെടുന്നു. എലികൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ മൂത്രത്തിലൂടെ രോഗാണു പുറത്തുവിടാൻ സാധിക്കും. മനുഷ്യരിൽ രോഗാണു എങ്ങനെ പ്രവേശിക്കുന്നു എന്ന് നോക്കാം. ചർമ്മത്തിലെ ചെറിയ മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ, ശ്ലേഷ്മപാളികൾ തുടങ്ങിയവയിലൂടെയാണ് രോഗാണു മനുഷ്യരിൽ പ്രവേശിക്കുന്നത്. രോഗം പകരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെളിവെള്ളത്തിൽ ജോലി ചെയ്യുക, മൂത്രം കലർന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, രോഗബാധിത മൃഗങ്ങളുടെ മൂത്രവുമായി നേരിട്ട് സമ്പർക്കം, കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ പ്രളയജലത്തിൽ സഞ്ചരിക്കുന്നവർക്കും രോഗം പകരാനുള്ള സാഹചര്യമുണ്ട്. എലിപ്പനി പിടിപെടാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ കർഷകർ, നെൽപ്പാടത്ത് ജോലി ചെയ്യുന്നവർ, കനാൽ ശുചീകരണ തൊഴിലാളികൾ, കന്നുകാലി വളർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, വെറ്റിനറി ജീവനക്കാർ, രക്ഷാപ്രവർത്തകർ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്ത് താമസിക്കുന്നവർ, ഇവർക്കെല്ലാം എലിപ്പനി പിടിപെടാനുള്ള സാധ്യതയുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വന്നതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് നോക്കാം. ഇത് ഏകദേശം 2 മുതൽ 30 ദിവസം വരെ എടുക്കാം. എന്നാൽ സാധാരണയായി 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ ഉയർന്ന പനി, വിറയൽ, കടുത്ത തലവേദന, കാലിലെ പേശികളിൽ ശക്തമായ വേദന, നടുവുവേദന, ക്ഷീണം, ഛർദി, വയറിളക്കം, ചുമ എന്നിവ ഉണ്ടാകുന്നു. ഇത് കൂടാതെ നമ്മുടെ കണ്ണുകൾ ചുവന്നു വരികയും അതിനെയാണ് കൺജങ്ക്റ്റൈവൽ സഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് എലിപ്പനിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണ് ചുവക്കുമെങ്കിലും സാധാരണ കൺജങ്ക്റ്റൈറ്റിസ് പോലെ പഴുപ്പുണ്ടാവുകയില്ല. എലിപ്പനി വരാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൃഗങ്ങളുടെ മൂത്രം കലർന്നിരിക്കാവുന്ന വെള്ളത്തിൽ നടക്കുകയോ നീന്തുകയോ ചെയ്യരുത്. വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള മലിനജലത്തിൽ കഴിയുന്നത്ര ഇറങ്ങാതിരിക്കുക. രോഗബാധിതമായിരിക്കാമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി സമ്പർക്കം ഒഴിവാക്കുക. മലിനജലത്തിൽ ജോലി ചെയ്യുന്നവർ വാട്ടർ പ്രൂഫ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഗംബൂട്ട്, കയ്യുറ തുടങ്ങിയവ നിർബന്ധമായും ധരിക്കുക. ഇനി മുറിവുകളോ പോറലുകളോ ശരീരത്തുണ്ടെങ്കിൽ ബീറ്റാഡിൻ പോലുള്ള ആന്റിസെപ്റ്റിക് ഉപയോഗിക്കാം. അത് ബാൻഡേഡ് വെച്ച് നന്നായി കവർ ചെയ്തതിനു ശേഷം മാത്രം വെള്ളത്തിലിറങ്ങാൻ ശ്രദ്ധിക്കുക. മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധമാണ് പ്രധാനം. കുടിവെള്ള ശുദ്ധത ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത്. പ്രളയജലം കയറിയ കിണറുകൾ നിർബന്ധമായും ക്ലോറിനേറ്റ് ചെയ്യണം. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെട്ടിത്തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവൂ.
കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ചെളിയിലോ ഇറങ്ങി ജോലി ചെയ്യുന്നവരും ശുചീകരണ തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കുന്നത് എലിപ്പനി പ്രതിരോധത്തിന് അനിവാര്യമാണ്. ഇത് അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സൗജന്യമായി ലഭിക്കും. ഡോക്ടർ മനോജ് വെള്ളനാട് തുടരുന്നു. ഇനി പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിവെള്ളം കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നന്നായി തിളപ്പിച്ച ശേഷം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. അത് ജലജന്യ രോഗങ്ങൾ വരുന്നതിനും പടരുന്നതിനും ഒക്കെ ഒരു പ്രതിരോധമാണ്. 2, വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കുക. ഭക്ഷണത്തിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകാലുകൾ കഴുകുക. മലിന വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബൂട്ടും മറ്റ് ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക. ശേഷം കയറി വന്നതിന് ശേഷം സോപ്പിട്ട് കൈയും കാലും കഴുകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുറിവുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈയോ കാലിലോ ഒക്കെ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ പോലും മലിനജലത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എലിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം എലിപ്പനിക്കെതിരായിട്ടുള്ള പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കൃത്യമായിട്ടുള്ള ഡോസുകളിൽ കഴിക്കുന്നത് വളരെ വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ശുചിത്വം, പഴകിയതോ ഈച്ചയാർത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അടച്ച് സൂക്ഷിച്ച ഭക്ഷണം മാത്രം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പനിയോ ചുമയോ വയറിളക്കമോ തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെ മെഡിക്കൽ ടീമിനെയോ വോളണ്ടിയർമാരെയോ എത്രയും വേഗം വിവരം അറിയിക്കാനും ശ്രദ്ധിക്കണം. ഈ പ്രളയാനന്തരം ക്യാമ്പുകളിൽ നിന്നും മറ്റും ഒക്കെ തിരികെ സ്വന്തം വീടുകളിലേക്ക് പോകുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വീടും പരിസരവും ശുചീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീടുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും ചെളിയും മാറ്റുമ്പോൾ നിർബന്ധമായിട്ടുള്ള ഈ റബ്ബർ ബൂട്ട്സ്, ഗ്ലൗസ് എന്നിവ ധരിക്കണം. എലിപ്പനി പോലുള്ള രോഗങ്ങൾ തടയാൻ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വീടും പരിസരവും ക്ലോറിൻ ലായനിയോ ബ്ലീച്ചിങ് പൗഡറോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം അവിടെ താമസിക്കാൻ തുടങ്ങുക. പിന്നെ മറ്റ് ഇഴജന്തുക്കളോ മറ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ഒക്കെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കണം. സൂപ്പർ ക്ലോറിനേഷൻ എങ്ങനെ നടത്തണമെന്നുള്ളത് അടുത്തുള്ള ആശാ വർക്കർമാരെയോ മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരുടെയോ സഹായമൊക്കെ തേടിയതിന് ശേഷം മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണവും ഭക്ഷണ സാമഗ്രികളും ഒക്കെ പരിശോധിക്കണം. നമ്മൾ പ്രളയത്തിന് മുമ്പ് വെച്ചിട്ട് പോയിട്ടുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകും. പ്രളയജലം കയറിയ ധാന്യങ്ങളോ പച്ചക്കറികളോ തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങളോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളും പാചക പാത്രങ്ങളും തിളപ്പിച്ച വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകി ഉണക്കിയ ശേഷം മാത്രം ഉപയോഗിക്കണം. കൊതുക് കയറാൻ സാധ്യതയുള്ള സ്രോതസ്സുകളെല്ലാം തന്നെ, ചിരട്ട, സ്പൂണ് അല്ലെങ്കിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏതൊരു സംഗതി ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വൈദ്യുതിയുടെ സുരക്ഷ. മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് വയറിങ്ങും ഉപകരണങ്ങളും ഒക്കെ വളരെ സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വീട്ടിലെ വൈദ്യുതി ഉപയോഗിക്കുക. എന്തെങ്കിലും രോഗലക്ഷണമോ തോന്നിക്കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്യാതെ അത് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സിക്കുക. ആഹാരത്തിന് മുൻപും ശൗചാലയ ഉപയോഗത്തിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. പഴകിയതോ പ്രളയജലത്തിൽ വീണതോ ആയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. വീടും പരിസരവും ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിനോ ഉപയോഗിച്ച് ശുചീകരിക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ കൊതുകിൻ്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുക. കൊതുക് വലയോ കൊതുക് നിവാരണിയോ ഉപയോഗിക്കുക എന്നതും പ്രധാനം തന്നെ. പ്രളയകാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സന്നദ്ധ പ്രവർത്തകർ സ്വന്തം ആരോഗ്യം ഉറപ്പുവരുത്തുകയും പ്രധാനം തന്നെയാണ്. ഗംബൂട്ടുകളും കട്ടിയുള്ള കയ്യുറകളും ധരിച്ചു മാത്രം ശുചീകരണത്തിൽ ഏർപ്പെടുക. ജോലിക്ക് ശേഷം സോപ്പ് ഉപയോഗിച്ച് ശരീരം നന്നായി വൃത്തിയാക്കുക. മുറിവുകളുണ്ടെങ്കിൽ ചെളിവെള്ളത്തിൽ ഇറങ്ങരുത് എന്നിവയും സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവരും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ജാഗ്രതയാണ് ഏറ്റവും വലിയ പ്രതിരോധം. ശ്രദ്ധയും ശുചിത്വവും രോഗപ്രതിരോധത്തിൻ്റെ ആദ്യപടിയാണ്. പ്രളയത്തെ നമ്മൾ ഒത്തൊരുമയോടെ നേരിട്ടതുപോലെ പ്രളയകാല പകർച്ചാരോഗങ്ങളെയും ജാഗ്രതയോടെ പ്രതിരോധിക്കാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.